പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. അമ്മ മാതാവെ, പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ സമയം സംസാരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി ശക്തി സ്വീകരിക്കുന്ന വേണ്ടി സ്നേഹന്മാരെ ഒരുക്കിയതുപോലെ ഷാലോം ടി വിയിലൂടെ ഈ ശുശ്രൂഷയുടെ പങ്കെടുക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെല്ലാം പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി സമയം പ്രാർത്ഥിക്കണമേ. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഇങ്ങനെ ചിന്തിച്ചൊരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുന്ന കരുതുക. അതായത് നമ്മൾ പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യം അങ്ങനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് കിട്ടിയതിനെയൊക്കെ നമ്മൾ മുറുകെ പിടിക്കണം അല്ലേ. ബേസിക്കായിട്ട് പ്രിയപ്പെട്ട സ്വരം, നമുക്ക് ഇപ്പം ഈ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, ഒത്തിരി വചനങ്ങൾ കേൾക്കുന്നു, ധ്യാനങ്ങൾ കൂടാനുള്ള സാഹചര്യമുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ഹെവി വലിയ ഫെയ്ത്ത് ഒന്നും ആയിരിക്കില്ല. നമ്മൾ ചിലപ്പോൾ ചില ആളുകളെ നോക്കിയിട്ട് എന്തൊരു വിശ്വാസമാണ്, എന്തൊരു പ്രാർത്ഥനയാണ്, എത്ര ആത്മീയരായ മനുഷ്യരാണ്, എന്തോ ഒരു വിശുദ്ധിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്നു. എനിക്ക് അത്രയും പറ്റുന്നില്ലല്ലോ. ഈശോയുടെ സഹോദരങ്ങളെ, ഈശോയുടെ മക്കളെ, ഒന്നിനെ ഓർത്ത് നമ്മുടെ ആ പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ മേഖലയിലോ ആത്മീയതയിൽ വിശുദ്ധിയുടെ ലെവലിലൊക്കെ നമുക്ക് മുമ്പിൽ നിൽക്കാൻ മാതൃകകളുണ്ട്. നമുക്ക് ചിലപ്പോൾ കുറേ കാര്യത്തിൽ നമ്മൾ താഴെയായിരിക്കും, സങ്കടപ്പെട്ട് പോലും നിരാശപ്പെട്ട് പോലും നമുക്ക് ഈശോ തന്ന ഒരു കാര്യം പൗലോസ്ലീഹ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ടല്ലോ, ആ ഒരു ഫെയ്ത്ത്, ആ ഒരു ലെവലിനെ മുറുകെ പിടിക്കണം. താഴെയും പോലെ നിന്നും പോലെ മുമ്പോട്ട് പോവുക. അതിൽ മുമ്പോട്ട് പോകാൻ നമ്മൾ റെഡി ആകുമ്പോൾ തന്നെ പിന്നെയുള്ള വെളിച്ചം മുഴുവൻ ഈശോ തരും, പരിശുദ്ധാത്മാവ് തരും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം നമുക്കിന്ന് മുമ്പോട്ട് പോകാനുള്ളതും ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ളതാണ്. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിക്കുക. ഒരു പ്രാർത്ഥന, ഒരു വചനഭാഗം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വചനഭാഗം എഫേസ്യൻകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അതിൻ്റെ 17-ാം വാക്യം, എഫേഷ്യൻസ് 1:17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അത് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ ജ്ഞാനം അയച്ചു തരിക, അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് എനിക്ക് തരിക. അതുവഴി ഞാൻ അങ്ങേപ്പോലെ കൂടുതൽ അടുക്കാൻ, അങ്ങിലേക്ക് കൂടുതൽ അടുക്കാൻ, അങ്ങേപ്പോലെ ആയിത്തീരാൻ സഹായിക്കണേ. ആ വചനത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയല്ലേ, ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണ്? യോഹന്നാൻ 16 നമുക്കറിയാം. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. സത്യമാരാണ്? ഈശോയാണ്. പീലാത്തോസിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈശോയോട് ചോദിക്കുന്നുണ്ട്, പീലാത്തോസ്, എന്താണ് സത്യം? വാട്ട് ഈസ് ദ ട്രൂത്ത്? പല കാര്യങ്ങൾക്ക് ഈശോ ഉത്തരം പറയുമ്പോൾ ഈ ഒരു കാര്യത്തിന് ഈശോ ഉത്തരം പറയുന്നില്ല. എന്താണ് സത്യം എന്ന് പീലാത്തോസ് ചോദിക്കുമ്പോൾ, കാരണം അവിടെ നിൽക്കുകയാണ് കുറെ മുറിവുകളേറ്റ് മനുഷ്യൻ, എച്ച് ഹോമോ, ഇതാ മനുഷ്യൻ എന്ന് പീലാത്തോസ് തന്നെ പ്രഖ്യാപിച്ച ആ ദൈവം അവിടെ നിൽക്കുകയാണ്. സത്യം ഇതാണ്. ആ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക്, ഈശോയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക്, സ്നേഹത്തിലേക്ക്, ആ ബന്ധത്തിലേക്ക് നമ്മളെ വളർത്തും ആര്? പരിശുദ്ധാത്മാവ്. ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവ്. അറിവ് കിട്ടുക എന്ന് മാത്രമല്ല, ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച, ജ്ഞാനം നിറയുകയാണ്, സ്നേഹം നിറയുകയാണ്. ആ സ്നേഹത്തിലേക്കൊക്കെ നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് ഉണ്ട്. നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കൊക്കെ ഇറങ്ങി വന്ന് ഈശോയെക്കുറിച്ചുള്ള ആ അറിവ്, ആ അറിവിലൂടെ വരുന്ന സ്നേഹം, ആ സ്നേഹത്തിലൂടെ വർദ്ധിക്കുന്ന വിശ്വാസം, ആ വിശ്വാസത്തിലൂടെ ഞങ്ങൾ എത്തിച്ചേരുന്ന ബന്ധം ഏറ്റവും ദൃഢമാക്കണമേ, സുദൃഢമാക്കണമേ, പെട്ടെന്നത് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഈശോയുള്ള ഒരു വിശ്വാസം. 1 യോഹന്നാൻ 2:27. നമ്മളിപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴും, കാറ്റക്കിസം വായിക്കുമ്പോഴും, ബൈബിൾ വായിക്കുമ്പോഴും എല്ലാം, മറ്റു വിശുദ്ധ ഗ്രന്ഥങ്ങൾ, മറ്റു നമുക്ക് പഠിക്കാനുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു വലിയ ബോധ്യം യോഹന്നാൻ സ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. 1 യോഹന്നാൻ 2:27 ഇങ്ങനെ നമ്മൾ വായിക്കുക, ക്രിസ്തുവിന്റെ അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതുകൊണ്ട് മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. ക്രിസ്തുവിന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ദി അനോയിന്റിങ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഉണ്ടായിരുന്നതോ ഇല്ലെങ്കിൽ ക്രിസ്തുവിന് തരാൻ പറ്റുന്നതോ, ക്രിസ്തുവിന് മാത്രം നിങ്ങളിലേക്ക് പകർത്തി തരാൻ പറ്റുന്നതുമായ ഒരു അഭിഷേകമുണ്ട്, ഒരു അനോയിന്റിങ് ഉണ്ട്. അതാരാണ് ശരിക്കും? പരിശുദ്ധാത്മാവാണ്. മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. കാരണം എന്താ? ക്രിസ്തുവിന്റെ അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. ആ അഭിഷേകം, ദി അനോയിന്റിങ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ അഭിഷേകം നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക. അത് ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കണം. നമുക്ക് ഇപ്പോ മുറുകെ പിടിക്കേണ്ടതുണ്ട് ഒരു വിശ്വാസം. അതാര് തന്നാണ്? ഈശോയുടെ അഭിഷേകം, പരിശുദ്ധാത്മാവ് നമുക്ക് തന്നാണ്. ഇനി കൂടുതൽ നമ്മൾ വളരണോ, കൂടുതൽ പ്രാർത്ഥിക്കണോ, കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കണോ, നമുക്ക് ചിലപ്പോൾ ഗൈഡ് ചെയ്യാൻ ഒരൊറ്റയാൾ പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ വന്നേക്കണം. അപ്പോഴും നമുക്ക് വേണ്ടത് എന്താണ്? ക്രിസ്തുവിന്റെ അഭിഷേകം നിങ്ങളെ നിലനിൽക്കണം. മാമോദീസായിൽ, സ്ഥൈര്യലേപനത്തിൽ, കൂദാശകളിൽ, വചനവായനകളിലൊക്കെ, ഈ പേഴ്സണൽ പ്രയറിലൊക്കെ നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്ന പരിശുദ്ധാത്മാവുണ്ട്. എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും.
അപ്പൊ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായിപ്പോയി, എവിടെയെങ്കിലൊക്കെ അങ്ങ് പഴയ പോലെ അങ്ങ് ഒരു ക്ലച്ച് പിടിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണം? ആ സമയത്ത് ഷുഡ് പ്രേ ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ. ആ ചൈതന്യം എനിക്ക് ഒരിക്കൽ കൂടി തരണേ. ആ അഭിഷേകം, ആ അനോയിന്റിങ് ഒരിക്കൽ കൂടി തരണമേ. ബൈബിള് തുറക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ അധ്യായങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 2-3 പ്രശ്നങ്ങളെ, 2-3 നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുക. ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, ക്രമരാഹിത്യം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ലൈഫ് പോലെ ചിലപ്പോൾ ഒത്തിരി അധ്വാനിക്കുന്നു, എംപ്റ്റിനെസ്, ശൂന്യത, ഒത്തിരി നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ വിശുദ്ധി പാലിക്കാൻ പറ്റുന്നില്ല, അന്ധകാരം, എല്ലാം ഒന്ന് നന്നായിട്ട് പോകണം, ഒരു ലക്ഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ ക്രമരാഹിത്യം, ഡിസോർഡർ. പക്ഷെ അവിടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട് അപ്പോഴും ചൈതന്യം ഇങ്ങനെ നിലനിൽക്കുകയാണ്. അനോയിന്റിങ് അപ്പോഴും നിൽക്കുകയാണ്. ഒരിക്കൽ നമുക്ക് ഈ ഒരു ടച്ച് കിട്ടിയാൽ, വചനത്തിലൂടെ ആവട്ടെ, കൂദാശകളിലൂടെ ആവട്ടെ, നമ്മളിങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യം അപ്പോഴും നിലനിൽക്കുകയാണ്. ആ ചൈതന്യത്തെ ഒന്നുകൂടെ ഉണർത്തിയെടുക്കുക, പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടെ ആക്റ്റീവ് ആക്കി എടുക്കുക. ഒരിക്കൽ ലഭിച്ച പരിശുദ്ധാത്മാവിനെ ആക്റ്റീവ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ സ്റ്റക്കായിട്ട് നിൽക്കില്ല. നമ്മൾ വി മേക്ക് സ്റ്റെപ്സ് ഫോർവേഡ്. നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ പരിശുദ്ധാത്മാവോട് നമ്മളിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഈ ഒരു ശുശ്രൂഷയുടെ ലക്ഷ്യവും മുഴുവനിലേക്ക് നമ്മൾ എത്തുന്നത്, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം, വിശ്വസിക്കാൻ സഹായിക്കണം. എൻ്റെ വിശ്വാസത്തിൽ എവിടെയെങ്കിലും കുറവ് വരുമ്പോൾ കൂടുതൽ പഠിക്കാൻ, സ്നേഹിക്കാൻ, ഈശോയെ തന്നെ മുറുകെ പിടിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പൗലോസിലെ നമ്മളോട് പറഞ്ഞിരുന്നില്ലേ, ഈശോയിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കണമെങ്കിൽ പോലും നമുക്ക് ആരെ വേണം? 1 കൊരിന്തോസ് 12-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 3-ാമത്തെ വാക്യമാണ്, ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും. ഇനിയുള്ള വചനം ശ്രദ്ധിക്കുക, യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ കർത്താവാണെന്ന് പറയാം. ഈശോ കർത്താവാണെന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് പുതിയൊരു സംജ്ഞ, പുതിയൊരു അഡ്ജക്റ്റീവോ പുതിയൊരു വിശേഷമോ കൊടുക്കുകയല്ല. ഈശോ കർത്താവാണെന്ന് വെച്ചാൽ എൻ്റെ അധികാരി, എൻ്റെ ലോഡ്. ഈ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ അല്ലെ? കിരിയോസ്, അദോനായി. കിരിയോസ് എന്ന ഗ്രീക്ക് ഭാഷയിലും അദോനായി ഹീബ്രു ഭാഷയിലും ഒക്കെ ഉപയോഗിക്കുന്ന, പഴയ നിയമത്തിൽ യാഹ്വേ എന്ന പേരിന് തത്തുല്യമായിട്ട്, അതിന് പകരമായിട്ടൊക്കെ അവര് യഹൂദർ വായിച്ചുകൊണ്ടിരുന്ന അങ്ങനെയാണ്. അദോനായി, എൻ്റെ ദൈവം. ആ യാഹ്വേ എന്ന പേര് പോലും ഉപയോഗിക്കാതെ അവർ ഉപയോഗിച്ചിരുന്നത് അദോനായി. പിന്നെ അതിന്റെ ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ വായിക്കില്ല, ലോഡ്. മലയാളത്തിലേക്ക് നാഥൻ, കർത്താവ്. ഈശോ കർത്താവാണ്. ഈശോ അദോനായി, ലോഡ്, കിറിയോസ് ആണ്. എന്ന് വെച്ചാൽ ഈ പഴയ നിയമത്തിലൊക്കെ വെളിപ്പെട്ട ആ ദൈവം ഇതെന്റെ ഈശോ തന്നെയാണ്, ഏക സത്യ ദൈവം എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. 1 കൊരിന്തോസ് 12:3, യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കില്ല. നമ്മുടെ ഈ ശുശ്രൂഷ ആരംഭിച്ച ആദ്യത്തെ എപ്പിസോഡുകൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യോഹന്നാൻ 21:7. ഈ കടൽ തീരത്ത് നിൽക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് യോഹന്നാൻ പറയുന്നത്, ദേണ്ട ഈശോ വന്നേക്കുന്നു. നമ്മൾ ചിലപ്പോൾ നമ്മുടെ വാഹനങ്ങളുടെ പിന്നിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കില്ലേ, മൈ ബോസ് ഈസ് എ ജൂയിഷ് കാർപ്പന്റർ. എൻ്റെ അധികാരി യഹൂദനായ ഒരു ആശാരിയാണ്. ഒരു സ്റ്റൈലാണ് ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ അങ്ങനെയൊന്നും വെക്കുന്നില്ലെന്ന് തോന്നുന്നു. അത് ഭയങ്കര ഈസിയായ ഒരു കാര്യം, ഒത്തിരി ഈസിയായ ഒരു കാര്യമാണ്. മൈ ബോസ് ഈസ് എ ജൂയിഷ് കാർപ്പന്റർ എന്ന് പറയാൻ ആരെയാ? ഈശോയെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ആർക്കും പറയാം അല്ലേ? ആർക്കും പറയാം. ഈശോയെ ഒരു ഹീറോയായിട്ട് കാണുന്ന മറ്റൊരു മത വിഭാഗത്തിന്റെയോ മറ്റൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് പറയാം. ഇനി ഈശോയെ ഭയങ്കരമായിട്ട് ഒരു റോൾ മോഡലായിട്ട് കാണുന്ന, ഒരു ലീഡർഷിപ്പ് റോളിൽ കാണുന്ന ഒരാൾക്ക് അയാൾ ഒരു ഫെയ്ത്തും ഫോളോ ചെയ്യണമെന്നില്ല. ലോകം കണ്ട ഏറ്റവും വലിയ നേതാക്കന്മാരിലോ അല്ലെങ്കിൽ ഒരു ലീഡേഴ്സിലോ ഒരാളായിട്ട് ഈശോയെ കണ്ടുകൊണ്ട് അയാൾക്ക് പറയാം, മൈ ബോസ് ഈസ് എ ജൂയിഷ് കാർപ്പന്റർ. പക്ഷെ ഇത് വചനം വായിക്കുന്ന പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്ന ഒരാൾ പറയേണ്ട സ്റ്റേറ്റ്മെന്റ് അല്ല. ഒരു സ്റ്റൈലിഷ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. സ്റ്റൈൽ അല്ലല്ലോ വിശ്വാസം. ഈശോ ഇവിടെ വന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിച്ചത്, ഞാനൊരു ആശാരിയാണ്, ഞാൻ നല്ല മരം പണിത് തരും, ഇതല്ലല്ലോ ഈശോ പറഞ്ഞ സുവിശേഷം. ഞാൻ ഉപമകൾ പറയും, ഞാൻ നല്ല കഥാകാരനാണ്, കഥ പറഞ്ഞു തരുന്ന ഒരാളാണ്, ഇതല്ലല്ലോ ഈശോ പറഞ്ഞത്. ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു, ഞാനൊരു വലിയ സംഭവമാണ്, ഞാൻ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യും, ഇതല്ലല്ലോ ഈശോ പറഞ്ഞത്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനാണ്, അത് സമൃദ്ധമായിട്ട് ഉണ്ടാവാനാണ്. അപ്പൊ നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ടത് ജീവൻ കിട്ടാനാണ്, നിത്യജീവൻ കിട്ടാനാണ്, യഥാർത്ഥ ജീവിതം നയിക്കേണ്ടതിനാണ്, സ്വർഗ ജീവിതം നയിക്കേണ്ടതിനാണ്, ദൈവരാജ്യത്തിന്റെ സിറ്റിസൺസ്, പൗരന്മാരാവേണ്ടതിനാണ്. അതിനുവേണ്ടിയിട്ട് ആ വിശ്വാസത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്. എനിക്ക് റോൾ മോഡലായിട്ട് ഈശോ ഇവിടെയുണ്ട്, എനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഈശോ ഇവിടെയുണ്ട്, എൻ്റെ കൂട്ടുകാരനാണ്. ഇതൊക്കെ നമുക്ക് പറയേണ്ട ഒരു ലെവലിലേക്ക് നമ്മൾ ഈശോയെ താഴ്ത്തരുതെന്നാണ്. ചിലപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ പ്രലോഭനമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ. എല്ലാവരുമായിട്ട് സമരസപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു പുഞ്ചിരി കൊടുക്കാനോ ഒക്കെ ആയിട്ട് ഒരുപക്ഷെ പലതും കോംപ്രമൈസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഈശോയും കൂടെ കോംപ്രമൈസ് ചെയ്യുന്നു. യേശുക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസത്തെ പോലും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ ടെംപ്റ്റേഷൻസ്, പിശാചി കാലഘട്ടത്തിൽ നല്ല കളർഫുൾ ആയിട്ട് തരുന്ന ഒരു പ്രലോഭനമാണ്. അല്പം സീരിയസ് ആയിട്ട് അതിനെ ചിന്തിക്കണേ. ചിലപ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യണമെന്നില്ല. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതല്ല, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞല്ല. പക്ഷെ
വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും, എനിക്ക് നിങ്ങൾക്കും ബോധ്യം കിട്ടേണ്ടത്, ഞാൻ പ്രഖ്യാപിക്കേണ്ട സുവിശേഷം എന്താണ്? യേശു കർത്താവാണ്. യോഹന്നാൻ കടൽ തീരത്ത് ഈശോയെ കണ്ടിട്ട് പറഞ്ഞത്, ഈശോ അത് കർത്താവാണെന്നാ. അത് ആശാരിപ്പണിക്കാരനാണെന്നോ, അത് കഥ പറച്ചിലുകാരനാണെന്നോ, അത് അത്ഭുത പ്രവർത്തകനാണെന്നോ, അത് കൂട്ടുകാരനാണെന്നോ ഒന്നുമല്ല. ഇതൊക്കെയാണെന്നുള്ളത് യോഹന്നാനും അറിയാം. എന്നെ സ്നേഹിച്ച ഈശോയാണ്. പക്ഷെ അവനെ പ്രഖ്യാപിക്കേണ്ട ഒറ്റക്കാരായിരുന്നു, യേശു കർത്താവാണ്. അതെന്താ അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റിയത്? കടൽ തീരത്ത് തിരയെണ്ണിക്കൊണ്ടിരിക്കുമ്പോഴല്ല അത് പറ്റിയത്. അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുകൊണ്ട് മാത്രമാണ് യോഹന്നാൻ അത് പറയാൻ പറ്റിയത്. നമ്മൾ 21 അധ്യായം 7 വാക്യത്തിലാണ് അത് വായിച്ചത്, കർത്താവാണ്. 20 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഈശോ ഉദ്ധാനം ചെയ്ത ശിഷ്യന്മാരെ വന്ന് കാണുന്ന സമയത്ത് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. 20 അധ്യായം 22 വാക്യം ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഒരാൾക്ക് മാത്രമാണ് യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പറ്റുന്നത്. വിശ്വാസം വളർന്നതുകൊണ്ട് മാത്രമാണ് പത്രോസ്ലിയായ്ക്ക് കേസറിയ ഫിലിപ്പിയിൽ വെച്ച് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയാൻ പറ്റിയത്. നമുക്ക് മറ്റെല്ലാം പറയാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ ഈ ഹെവി ലെവൽ ഓഫ് ഫെയ്ത്തിന്റെ ആവശ്യമില്ല. കാർപ്പൻറ്ററാന്ന് പറയാൻ, സ്റ്റോറി ടെല്ലറാന്ന് പറയാൻ, റോൾ മോഡലാന്ന് പറയാൻ, ലീഡറാണെന്ന് പറയാൻ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ആവശ്യമില്ല. കുറച്ച് വായനകൾ മതി, കേട്ട കുറച്ച് പ്രസംഗങ്ങൾ മതി. പക്ഷേ എൻ്റെ നെഞ്ചിന്റെ ആഴത്തിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് എനിക്ക് മറ്റൊരു രക്ഷകനില്ല, എൻ്റെ ദൈവം, എൻ്റെ കർത്താവിൻ്റെ ഈശോയാണെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് ഉള്ളതിൻ്റെ അടയാളമാണ് യേശു കർത്താവാണെന്ന് ധൈര്യസമേതം പറയുന്നു. ഒരു സാഹചര്യത്തെയും പേടിക്കാതെ, ഒരു സാഹചര്യത്തോടും കോംപ്രമൈസ് ചെയ്യാതെ, എനിക്ക് എൻ്റെ ഈശോയിലുള്ള വിശ്വാസം എത്ര സ്ട്രോങ് ആണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം, എനിക്ക് പറ്റണം. നിങ്ങളായിരിക്കുന്ന കോളേജുകൾ, നിങ്ങൾ പഠിക്കുന്ന ഇടങ്ങൾ, നിങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലുകൾ, നിങ്ങൾ കളിക്കാൻ പോകുന്ന ഗ്രൗണ്ടുകൾ, നിങ്ങളുടെ കൂട്ടായ്മകൾ, കൂട്ടുകെട്ടുകൾ, അവിടെയെല്ലാം എവിടെയെങ്കിലും വെച്ച് ഈശോയെ കോമഡി പീസാക്കിയ രീതിയിലുള്ള ട്രോളുകൾ വരുമ്പോൾ, ഈ വചനത്തെ വളച്ചൊടിക്കുന്ന സംഭാഷണങ്ങൾ വരുമ്പോൾ, വചനം അസ്ഥാനത്ത് ഉപയോഗിച്ച് കോമഡിയാക്കി മാറ്റുമ്പോൾ, ഡു യു ഹാവ് ദ കറേജ്? ഇത് ശരിയല്ല, ഈശോ എൻ്റെ കർത്താവാണ്, ഇങ്ങനെ ഇത് ശരിയല്ല എന്ന് പറയാൻ ഒരാത്മധൈര്യം വേണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, വായനകൾ പോരാ, അറിവുകൾ പോരാ. എഫേസ്യസ് 1:17 വായിച്ച പോലെ ജ്ഞാനവും ഉൾക്കാഴ്ചയും നിറഞ്ഞ പരിശുദ്ധാത്മാവ് സഹായിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ഏറ്റവും വലിയ അടയാളമാണ് യേശു കർത്താവാണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നോ? ഭാഷാവർത്തി സ്തുതിക്കാൻ പറ്റുന്നോ? അടയാളങ്ങളാണ്. യെസ്. നിങ്ങൾക്ക് പ്രവചനപരമുണ്ട്. യെസ്. പക്ഷെ ഈശോടുള്ള സ്നേഹമില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണ്. മുഴങ്ങുന്ന ചേങ്ങല, ചിലമ്പുന്ന കൈത്താളം. പൗലോസ്ലീഹ തന്നെ നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ എന്ത് സ്നേഹം? പരസ്പര സ്നേഹത്തിന്റെ കാര്യം മാത്രമൊന്നല്ലേ പറയണേ. ക്രിസ്തുവിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള അഭേദ്യമായ ഒരു ബന്ധവും സ്നേഹം നിങ്ങൾക്കില്ലെങ്കിൽ നമ്മൾ വെറും ബഹളം കൂട്ടലുകൾ മാത്രമേ മാറും. അച്ഛനിപ്പം നിങ്ങളോട് ഒരു TV സ്ക്രീനിന്റെ അപ്പുറം ഇപ്പുറം നിന്ന് സംസാരിക്കുന്നു. ഞാനിത് സംസാരിക്കുന്നത് എന്നിൽ ഈശോയിലുള്ള വിശ്വാസം ഇല്ലാതെ, ഈശോയോടുള്ള സ്നേഹമില്ലാതെ, ഈശോയുമായിട്ടൊരു ബന്ധമില്ലാതെയാണ് ഞാൻ ഇത് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങല, ചിലമ്പുന്ന കൈത്താളമായിട്ട് മാറും. അങ്ങനെ ആവാതെ നിൽക്കുന്നത് എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും, നമ്മുടെ വിശ്വാസം എത്ര വലുതായാലും എത്ര ചെറുതായാലും നമ്മൾ കൈവിട്ട് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ്, ഒരിക്കൽ ഈശോ നൽകിയ, ഒരിക്കൽ സ്വർഗം തന്ന ഈ സഹായകൻ നമുക്കുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്തും, വിശ്വാസം കളിയാക്കപ്പെടുന്ന സമയത്തും, വൈ ഐ ബിലീവ്, ഞാൻ എന്താണ് വിശ്വസിക്കുന്നത്, എന്തിനാണ് വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റണത് പരിശുദ്ധാത്മാവ് മുഖേനയാണ്. അത് കർത്താവാണെന്ന് പറയാം. ആ അധ്യായത്തിന്റെ 20ാമത്തെ അധ്യായത്തിന്റെ അടുത്ത എപ്പിസോഡ് നമുക്ക് നന്നായിട്ട് അറിയാലോ. തോമാസ് ലീഹ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. പറയുന്നത് എന്താണ്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നാണ്. എന്നെ പറ്റിച്ച ഈശോയെ, ഞാൻ വന്നപ്പോൾ ഒളിച്ചിരുന്ന ഈശോയെ, ഞാൻ ഇല്ലാത്തപ്പോൾ വന്ന ഈശോയെ, ഇതൊന്നുമല്ല. അവിടെ വേറെ എക്സ്പ്ലനേഷൻസും വേറെ ഒരു ഡെക്കറേഷൻസും ഇല്ല. ഓപ്പൺലി ഈ ഫെയ്ത്ത് നമ്മുടെ തോമാസ് ലീഹ പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. തോമാസ് ലീഹ സുവിശേഷം പ്രഘോഷിച്ചതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടൊക്കെ നിൽക്കുന്ന നമ്മൾ, ഈ മലയാളം സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നമുക്ക് ഈ മുമ്പിലുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നാണ് തോമാസ് ലീഹ. വിശ്വാസം പ്രഖ്യാപിച്ചു, പരിശുദ്ധാത്മാവ് നിറഞ്ഞതുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമുക്ക് ഇന്ന് ഈ സമയത്തൊക്കെ അത് ചോദിച്ചുകൊണ്ടിരിക്കണം. ഈ ശക്തി നിറഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞാൽ വി ക്യാൻ പ്രൊക്ലെയിം, നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാൻ പറ്റും. അതുകൊണ്ട് ഈശോ പറഞ്ഞ്, നിങ്ങൾ പരിശുദ്ധാത്മാവ് വരുന്നവരെ കാത്തിരിക്കും, ആ ശക്തി ഒന്ന് നിറയുന്നവരെ നിങ്ങൾ കാത്തിരിക്കും. അപ്പോസ്തല പ്രവർത്തനം 1:4, 1:8 നമ്മൾ വായിക്കുന്നില്ലേ, ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നവരെ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, യു വെയിറ്റ്. അത്യുന്നതന്റെ ശക്തി, ഉന്നതങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ശക്തി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം 4 അതിരുകൾ വരെ ചെയ്യാൻ പറ്റും.
ജെറുസലേമിൽ, യൂദയായാലും സമരിയായാലും, ലോകത്തിന്റെ അറ്റം വരെ നിങ്ങൾക്ക് ഈ ശക്തിയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും പറ്റുള്ളൂ. ഇത്രയും ഫെയ്ത്ത്, ഇത്രയും വിശ്വാസം, ഇത്രയും സ്നേഹം, ഇത്രയും വിശുദ്ധി കുഞ്ഞു ലെവലിലേ പറ്റുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവാകുന്ന ശക്തി നിറഞ്ഞാൽ ലോകത്തിന്റെ അതിരുകൾ വരെ നിങ്ങൾക്ക് ഈ വിശ്വാസം പ്രഖ്യാപിക്കാൻ പറ്റും. വീട്ടിലകത്തിരുന്നോ, പള്ളിക്കകത്തിരുന്നോ മാത്രമല്ല, സുവിശേഷ വേദികളിൽ മാത്രമല്ല, ഫേവറബിളായ കൺവെൻഷൻ പന്തലുകളിൽ വെച്ച് മാത്രമല്ല, നമ്മളെ സ്വീകരിക്കുന്ന ഒരു ഓഡിയൻസിന് മുമ്പിൽ മാത്രമല്ല, ഏറ്റവും എതിർപ്പുള്ള സാഹചര്യങ്ങളിൽ പോലും നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റണമെങ്കിൽ, വിശ്വാസം ജീവിക്കാൻ പറ്റണമെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയണം. ആ ശക്തിക്ക് വേണ്ടി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ഈ അപ്പസ്തോലന്മാർക്ക് അപ്പസ്തോലിക സഭയ്ക്ക് കിട്ടിയതുപോലെ നമുക്ക് ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ നമ്മൾ കാണത്തില്ലേ, നമുക്ക് 12-ാം വയസ്സിൽ പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് സുവിശേഷ പ്രഘോഷണം ആരംഭിച്ച ആളാണ് ഈശോ. ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങൾ വ്യാപൃതനല്ലേ, നയം വ്യക്തമാക്കിക്കൊണ്ട് 12-ാം വയസ്സിൽ തന്നെ അപാരമായ ഒരു പക്വതയോടുകൂടി ജീവിതത്തെ മുമ്പിൽ ഒന്ന് ഒരു അവതരണം കാണിച്ച ആളാണ്. ആ ഈശോയ്ക്ക് എപ്പം വേണേലും പിന്നെ ഈ സുവിശേഷ ജീവിതം ആരംഭിക്കാമല്ലോ, അല്ലെങ്കിൽ പബ്ലിക്കിൽ വരാലോ. 30-ാം വയസ്സിൽ ജോർദാനിൽ ഇറങ്ങി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. കാരണം നമ്മുടെ മുമ്പിൽ ഒരു കാര്യം കാണിക്കണം, ഈശോയ്ക്ക് നമ്മുടെ മുമ്പിൽ ഒരു വലിയ എക്സാമ്പിൾ കാണിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നിട്ട് ഇറങ്ങാവളം, ഇല്ലെങ്കിൽ നാളെ ആദ്യത്തെ പ്രലോഭനം വരുന്നു, തകരും. നിങ്ങളുടെ കൂടെ നിന്ന സ്നാപയോഹന്നാനെ തലയറുത്തു, നിങ്ങൾ ഇട്ടേച്ച് പോകും. പക്ഷെ സ്നാപയോഹന്നാൻ തലയറക്കുമ്പോഴും നിന്ന് കരയാതെ ഈ ബാറ്റൺ കൈമാറി മുമ്പോട്ട് ശുശ്രൂഷ പോകണമെങ്കിൽ, മുമ്പോട്ട് ഈ ജീവിതം കൊണ്ടുപോകണമെങ്കിൽ അവിടെ ആര് വേണം? പരിശുദ്ധാത്മാവ് നിറഞ്ഞാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കല്ലേറ് വരുമ്പോൾ, ദുരാരോപണങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇട്ടേച്ചു പോകും. കളിയാക്കലുകൾ വരുമ്പോൾ നമ്മൾ ഇട്ടേച്ചു പോകും. ഈശോയുടെ പരസ്യജീവിതം തന്നെ നോക്കിയേ, എന്തൊക്കെയാ കേട്ടത്. വേശ്യകളുടെ കൂട്ടുകാരൻ, പാപികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവൻ, ഇതൊക്കെ കണ്ടിട്ട് ഈശോ അയ്യോ ഇവരൊക്കെ ഇങ്ങനെയാണോ പറയണേ, എന്നാ നിർത്തിയാക്കാം എന്നാണ് പറഞ്ഞത്. ഇതല്ല, കളിയാക്കി ആട്ടും തുപ്പുമേറ്റും മുഖത്ത് കാർക്കിച്ച് തുപ്പലേറ്റ് മുട്ടിടിച്ച് വീണ് കുരിശും ചുമന്ന് നടന്ന് ആ കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് വരെ ആളുകൾ ഈശോയെ കളിയാക്കിക്കൊണ്ടിരുന്നപ്പോഴും അവിടെ നിന്ന് അവസാനത്തെ ശ്വാസത്തിൽ പറഞ്ഞു, പിതാവേ അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ മുറുകെ പിടിച്ച് ആരംഭിച്ചു. ആത്മാവിനെ വിട്ടുകൊടുക്കുന്ന ഒരു മൊമെന്റ്, മരണത്തെപ്പോലും ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഈശോ നമ്മുടെ മുമ്പേ അവതരിപ്പിക്കുക. മരിച്ചു പോകുന്നു, ജീവൻ തീർന്നു പോകുന്നു എന്നല്ല, എൻ്റെ ആത്മാവിനെ എൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന സമയമാണ് എൻ്റെ മരണമെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ നമുക്ക് ആ ബോധ്യം തന്നുകൊണ്ടിരിക്കുകയാണ് ഈശോ. കുരിശിൽ കിടന്ന് വേദനിക്കുമ്പോഴും നമുക്ക് ഏറ്റവും സഹനത്തിന്റെ വേളയിലും, പ്രിയപ്പെട്ട മക്കൾ ഇത് മനസ്സിലാക്കിയെടുത്ത്, ഏറ്റവും സഹനത്തിന്റെ വേളയിലും കുരിശിൽ കിടന്ന് അപമാനിക്കപ്പെടുമ്പോഴും, കുരിശിൽ കിടന്ന് അവസാനത്തെ ശ്വാസത്തിന് വേണ്ടി നമ്മൾ പെടാപ്പാട് പെടുമ്പോഴും ഈശോ ഇങ്ങനെ പറയല്ലേ, പിതാവെ അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ തരികയാണ്. അത്രയും വലിയ വിശ്വാസത്തിലേക്കൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എത്തേണ്ടത്. അതായത് കുരിശിൽ കിടക്കുമ്പോഴും ജീവൻ വിട്ടുപോകുമ്പോഴും എൻ്റെ പിതാവിൻ്റെ കരങ്ങൾ എത്താവുന്ന അത്ര അടുത്താണ് ഞാനുള്ളത്. ഇല്ലെങ്കിൽ ഞാൻ കുരിശെ കിടക്കുമ്പോഴും എൻ്റെ കൈ മാത്രമല്ല വിരിഞ്ഞു നിൽക്കുന്നത്, എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഈ സഹനത്തിൽ, ഈ കുരിശിൽ പിതാവ്, എൻ്റെ അപ്പ എൻ്റെ അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ, പിതാവെ അങ്ങേ കരങ്ങളിലേക്ക്, അങ്ങയുടെ സിംഹാസനത്തിലേക്ക്, അങ്ങയുടെ സ്വർഗത്തിലേക്ക്, അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ ആത്മാവിനെ തരുന്നു എന്നല്ല പറഞ്ഞത്, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. നാളെ ഇന്നും ഒക്കെ നമ്മുടെ ജീവിതങ്ങളിൽ വരുന്ന അനുദിന സഹനങ്ങളിലൊക്കെ നമുക്ക് വേണ്ട ബോധ്യം അതാണ്. ഈ കുരിശിൽ കിടക്കുമ്പോഴും ഞാൻ എൻ്റെ പിതാവിൻ്റെ കരവലയത്തിലാണ്. ഐ എം നോട്ട് എലോൺ. എൻ്റെ ശ്വാസം മുട്ടുമ്പോഴും എനിക്ക് വേദനിക്കുമ്പോഴും താഴെ നിന്ന് കളിയാക്കലുകളും വെല്ലുവിളികളും വരുമ്പോഴും ഞാൻ എൻ്റെ പിതാവിൻ്റെ കരങ്ങളിലാണ്. നമ്മുടെ ഒരു സുന്ദരമായ പ്രാർത്ഥനയില്ലേ, വെനി ക്രിയാത്തോർ സ്പിരിറ്റൂസ്, സൃഷ്ടാവായ പരിശുദ്ധാത്മാവെ വന്നാലും. നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ ജോൺ ബോൾ പാപ്പയൊക്കെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ഈ അവസ്ഥ, ഡ്രൈ ആയിട്ട് കിടക്കുന്ന അവസ്ഥ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ ഇങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഞാൻ ഈ വർഷം വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഒത്തിരിയധികം ഇഷ്ടമായ പുസ്തകങ്ങളൊന്നാണ് നമ്മുടെ ബെന്നി പുന്നത്തറ സാറിൻ്റെ സമയം സമാഗതമായി എന്നുള്ള പുസ്തകം. സോഫിയ ഇറക്കിയൊക്കെ നടപ്പം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുക. അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ, ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ, അത് 1-ാമത്തെ അധ്യായത്തിലാണോ എന്ന് ഓർക്കുന്നില്ല, ബെന്നി സാർ ഇങ്ങനെ പറയുകയാണ്, അതായത് ഈ കൊറോണയുടെ സമയത്തൊക്കെ ഒരു ഡ്രൈനസ് വന്നു, അല്ലെ, ഒരു പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിലോ ഒക്കെ പലരും അനുഭവിച്ച ഒരു ഡ്രൈനസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ അതിനകത്ത് എഴുതി വെച്ചു, ഒരു കേന്ദ്രമായ തീം ഇങ്ങനെയാണ്, അതായത് ഉണങ്ങിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. പഴയ പോലെ ആ ഒരു ഉഷാറില്ല, ഡ്രൈ ആയിപ്പോയി. അവിടെ ഇങ്ങനെ എഴുതി ഒരു ബോധ്യം കിട്ടിയത് ഇങ്ങനെ എഴുതിയതാണ്, അതായത് ഉണങ്ങിയ വിറകിനാണ് പെട്ടെന്ന് തീ പിടിക്കാൻ എളുപ്പം, പച്ച വിറകിനല്ല. പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ, ചിലപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ വിശുദ്ധ ജീവിതമൊക്കെ ഒരു ഉണങ്ങിയ വിറക് പോലെ, ഉണക്കക്കൊള്ളി പോലെയൊക്കെ ആയിപ്പോയി. പഴയ പോലെ ഒരു പച്ചപ്പില്ല, ഒരു തീഷ്ണതയില്ല, ഉണർവില്ല, ഒരു ആക്റ്റീവ്നെസ് ഇല്ല. നമ്മൾ സങ്കടപ്പെട്ടിരിക്കരുത്, നിരാശപ്പെട്ടിരിക്കരുത്, വളരാൻ ശ്രമിക്കുക. വളർത്തും ആര്? പരിശുദ്ധാത്മാവ്. ഈ ഉണങ്ങിയ വിറകിന്റെ മേൽ
കാറ്റടിച്ച് ഒരു കനലങ്ങ് വീണാൽ മതി, ഇത് ആളി കത്തിക്കോളും. പച്ചവിറകിന് ചിലപ്പോൾ പെട്ടെന്ന് തീ പിടിച്ചെന്ന് വരില്ല, ഉണക്കവിറകിന് പെട്ടെന്ന് തീ പിടിക്കും. അതുകൊണ്ടാണ് പൗലോസ് നമ്മളോട് ആവശ്യപ്പെടുക. എഫേസോസ് ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൽ പണിയപ്പെടണം, ആത്മാവിൽ പണിയപ്പെടണം. പരിശുദ്ധാത്മാവ് നമ്മളെ ഇങ്ങനെ ഓരോ ദിവസം വളർത്തിയെടുക്കണം എന്ന് പൗലോസ് പറഞ്ഞു തരാണ്. വിശ്വാസം വളരുമ്പോൾ ക്രിസ്തുവിൽ നമ്മൾ പണിയപ്പെടുന്നു. ആര് വളർത്തിയെടുക്കുന്നു? പരിശുദ്ധാത്മാവ്. എഫേസോസ് ലേഖനം 2:22, പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഒരു ആർക്കിടെക്റ്റ് ആയിട്ട് നമ്മുടെ വിശ്വാസത്തെ വളർത്തിയെടുക്കുന്നതിനുള്ള എല്ലാ സെറ്റിങ്സും ചെയ്തു തന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി വിശ്വാസത്തെ വളർത്തി തരുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പം എവിടെയെങ്കിലും ഒരു ഉണക്കവിറകായി പോയി പഴയ പോലെ തീഷ്ണതയില്ലെന്ന് തോന്നിയാൽ ഷുഡ് പ്രേ ടു ദ ഹോളി സ്പിരിറ്റ്. സൃഷ്ടാവായ പരിശുദ്ധാത്മാവെ വന്നാലും നമ്മുടെ ഹൃദയത്തിലൊക്കെ കിടക്കുന്ന പ്രാർത്ഥനയില്ലേ, നമ്മൾ വാടിപ്പോയത് നനയ്ക്കണമേ, മുറിവേറ്റിരിക്കുന്ന സൗഖ്യപ്പെടുത്തണമേ, ജീവനില്ലാതെ പോയതിനൊക്കെ ജീവൻ നൽകണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഷുഡ് പ്രേ, കർത്താവേ എൻ്റെ അവസ്ഥ എനിക്ക് പഴയ പോലെ ഒന്നും വിശ്വസിക്കാൻ പറ്റണില്ല, എനിക്കൊന്ന് വളർത്തിയെടുക്കണം. ക്രിസ്തുവിൽ പണിയപ്പെടണം. പരിശുദ്ധാത്മാവ് നയിക്കും. അത് പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ഈ റോമക്കാർക്ക് ലേഖനത്തിൽ പൗലോസ് പറയുന്നില്ലേ, ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടാൽ പിന്നെ നമ്മുടെ അഡ്രസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചിന്തിച്ചിരുന്നു, ഞാൻ ഈശോയുടെ സ്വന്തമായിട്ട് മാറുകയാണ്, ഈശോയിൽ ഒന്നായി തീരുകയാണ്. അത് തന്നെ പൗലോസ് റോമക്കാർക്ക് ലേഖനത്തിൽ പറയും, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. നമ്മളെ ദൈവമക്കളാക്കി മാറ്റുന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയെ പോലെ ആക്കി തീർക്കുന്നത്, പരിശുദ്ധിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ ഈശോ പറയുന്നില്ലേ, തന്നിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ അധികാരവും അവകാശവും ഒക്കെ നൽകി. ഈ റോമ 8 നമ്മളിങ്ങനെ വായിക്കുക, റോമ 8:14, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും, അറിയാവുന്ന വചനമല്ലേ, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവ്, സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് നമ്മൾ വായിക്കുക, ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളിടത്ത്, പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അടിമത്തങ്ങളില്ല. നമുക്ക് അടിമത്തം മാറി അധികാരങ്ങൾ ദൈവം തരികയാണ്, ഈശോ തരികയാണ്. അത് പരിശുദ്ധാത്മാവിൽ പണിയപ്പെടുന്ന ഒരാൾ, പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ഒരാൾക്ക്, വിശ്വാസത്തിൽ വളരുന്ന ഒരാൾക്ക്, ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ആ അധികാരം. യോഹന്നാൻ 1 അതിന്റെ 12 വാക്യം, ജോൺ 1:12, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി. പവർ ആൻഡ് അതോറിറ്റി. ചുമ്മാ കഴിവെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ക്രിക്കറ്റ് കളിക്കാനുള്ള കഴിവ്, എനിക്ക് പടം വരയ്ക്കാനുള്ള കഴിവ് അല്ല. പവർ ആൻഡ് അതോറിറ്റി, അധികാരവും കഴിവും ശക്തിയും കൊടുക്കാം. ദൈവമക്കളാവാൻ, മക്കളെന്ന അധികാരം കൊടുക്കാം. നമ്മൾ ഇന്നേ ദിവസം ചിന്തിച്ച കാര്യങ്ങളൊക്കെ ഇതൊന്ന് ഒരുമിച്ച് ചിന്തിച്ചൊന്ന് കൺക്ലൂഡ് ചെയ്യണം. അപ്പസ്തോലന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ കഴിവ്, ഏറ്റവും വലിയ അധികാരം എന്താണ്? വിശ്വാസത്തിന്റെ അധികാരമാണ്. വിശ്വസിച്ചപ്പോൾ ഈ അപ്പസ്തോലന്മാർ ആരായിട്ട് മാറുകയാണ്? ഈശോയുടെ സ്വന്തം, ഈശോയുടെ മക്കളായിട്ട് മാറുകയാണ്. ഈശോയുടെ അധികാരം പ്രഖ്യാപിക്കുന്ന സമയത്ത് അതേ അധികാരത്തോടുകൂടി ബാക്കി കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ, ഈശോയെ കുറിച്ച് പ്രഘോഷിക്കാനും കൂടെ അവർക്കൊരു ധൈര്യവും കഴിവും ശക്തിയും, പവർ ആൻഡ് അതോറിറ്റി കൊടുക്കാം. അതുകൊണ്ട് ഇനി അപ്പസ്തോലിക് ശക്തി എന്നൊക്കെ പറയുന്നതല്ലേ, അപ്പസ്തോലിക് അതോറിറ്റി എന്ന് പറയുന്നതല്ലേ. തിരുസഭയിൽ നിന്ന് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ആ ഒരു അതോറിറ്റി നിന്നുകൊണ്ടല്ലേ, അപ്പസ്തോലിക് അതോറിറ്റിയാണ്. സുവിശേഷം നമുക്കിന്ന് പ്രഘോഷിക്കണമെങ്കിൽ, പ്രബോധനങ്ങൾ ധൈര്യപൂർവ്വം കൊടുക്കണമെങ്കിൽ, ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഈശോയിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കണമെങ്കിൽ ഈ ആത്മധൈര്യം, അടിമത്തമല്ല, ഭയമല്ല, സ്വാതന്ത്ര്യം, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിന് നമുക്ക് വേണം. നമുക്കിന്ന് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ ഞങ്ങളെ എങ്ങനെ ഒരു ശക്തി തന്ന് സഹായിക്കണം. ഈശോ ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വരുന്നു കൂദാശകളിൽ, വചനവായനയിൽ, പക്ഷേ ഞങ്ങൾ ചിലപ്പോൾ സ്വീകരിക്കുന്നില്ല. തൻ്റെ അടുത്തേക്ക് വന്നു, തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് അവൻ വന്നു, എന്നാൽ അവർ അവരെ സ്വീകരിച്ചില്ല. പക്ഷേ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഒരു വചന ക്ലാസ്, ഒരു പഠനം മാത്രം സ്വീകരിക്കല്ല, ഞങ്ങൾ ഈശോയെ സ്വീകരിക്കുക. ആൻഡ് വി ബിലീവ് ഇൻ ഹിം, വി ട്രസ്റ്റ് ഹിം. അതുവഴി ഞങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? അപ്പസ്തോലിക് അനോയിന്റിങ്, അപ്പസ്തോലിക് അതോറിറ്റി. മറ്റാരും നിങ്ങളെ ഒന്നും പഠിപ്പിക്കേണ്ടതില്ല. ക്രിസ്തുവിൻ്റെ അനോയിന്റിങ്, ക്രിസ്തുവിൻ്റെ അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കും. ആൻഡ് ആ അഭിഷേകം നിന്നാൽ, ആ അഭിഷേകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അധികാരത്തോടെ, മക്കളെന്ന അധികാരത്തോടെ, അവകാശത്തോടെ ജീവിക്കാൻ പറ്റും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഞാനും നിങ്ങളുമൊക്കെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ഏത് ജീവിത സാഹചര്യങ്ങളായാലും നമ്മുടെ ഐഡന്റിറ്റി തന്നെ ഈശോയുടെ സ്വന്തമാണ്, ഈശോയുടെ മക്കളാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. നമുക്ക് അവകാശമുണ്ട്, സ്വർഗത്തിൻ്റെ അവകാശം. അപ്പ എന്ന് ദൈവത്തെ വിളിക്കാനുള്ളൊരു അവകാശം നമുക്കുണ്ട്. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായിട്ട് മാറാൻ പൗലോസിലെ 8-ാമത്തെ അധ്യായത്തിൽ റോമക്കാർക്ക് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരിക്കൽ അവനോടുകൂടെ മഹത്വം അനുഭവിക്കേണ്ടത് കൊണ്ട് ഇപ്പോൾ അവനോട് കൂടെ നമ്മൾ പീഡ അനുഭവിക്കുന്നു. ഇന്നത്തെ വേദനകളും സഹനങ്ങളിലും ഒക്കെ
ഞാൻ ഒറ്റയ്ക്കല്ല, ക്രിസ്തുവിൻ്റെ കൂടെയാണ് എന്ന് വിശ്വസിക്കാൻ പറ്റണമെങ്കിലും നമുക്ക് ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ, ശക്തിയാലാണ് വിശ്വാസം വളരുക. വിശ്വാസം വളരട്ടെ, ബന്ധം വളരട്ടെ. ഈശോയുടെ സ്വന്തമായിട്ട് ഓരോ ദിവസവും നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ട് കൃപയിൽ, പരിശുദ്ധാത്മാവിൽ നീങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.